ഹായ് ഗൈസ്, ഈ ബൈക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും ഭയങ്കര സൗണ്ട്, കടകട സൗണ്ട് പിടിച്ചാലോട്ട് നിൽക്കുമില്ല. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കണ്ട് ഈ പ്ലേറ്റ് ഇളകി കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് അഴിച്ച് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ബ്രേക്ക് മൊത്തമായിട്ടൊന്ന് ലൂസ് ചെയ്തിട്ട് കേബിൾ പിടിപ്പിക്കുക. അതിനുശേഷം ഈ 2 ലിവറും അഴിച്ച് മാറ്റി വയ്ക്കുക. അപ്പുറത്തെ സൈഡിൽ അതേമാതിരി ഈ കപ്പ് അഴിക്കുക, വൺ സൈഡ് റൈറ്റ് സൈഡ് മാത്രം അഴിക്കുക. എന്നിട്ട് ആ നെറ്റ് ലൂസ് ചെയ്താണ് മെയിൻ നെറ്റ്, അത് ലൂസ് ചെയ്യുക. അതിട്ട് അതേമാതിരി സ്പീഡോമീറ്റർ കേബിൾ അഴിച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ആ സൈഡിലെ കപ്പ് അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വീലും കൂടെ ഒരു പോരും. അതിനുശേഷം നമ്മൾ ലൂസ് ചെയ്ത നെറ്റ് അങ്ങോട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രേക്ക് ലൈനർ തന്നെ ആ ഒരു പ്ലേറ്റ് അങ്ങനെ തന്നെ അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ് പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പെട്രോൾ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം സ്പ്രിങ്ങൊക്കെ പിടിപ്പിച്ചിട്ട് ലൈനർ ഊരിയെടുക്കുക. ലൈനർ ഊരിയെടുത്തതിന് ശേഷം ഈ ലിവറും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്ത് മൊത്തം പെട്രോൾ വെച്ച് ശരിക്ക് ക്ലീനാക്കി കഴുകിയെടുക്കുക കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം വീണ്ടും തുടച്ച് മിനിക്ക് റെഡിയാക്കിയതിന് ശേഷം ഈ പറഞ്ഞ ലൈനറൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് നന്നായിട്ട് പേപ്പർ വരച്ച് നല്ല റഫാക്കണം കേട്ടോ. സ്മൂത്തായിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് റഫാക്കിയതിന് ശേഷം അത് കയറ്റിയിട്ടിട്ട് സെറ്റ് ചെയ്യാം. ഇത്തിരി ഗ്രീസൊക്കെ കൊടുത്തേനെ. ഈ പറഞ്ഞാൽ ആ ബോട്ടിലൊക്കെ ഇത്തിരി ഗ്രീസ്, എന്നാൽ ഓവറായിട്ട് കൊടുക്കരുത്. കാരണം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ ലൈനറിലോട്ടൊക്കെ ഇറങ്ങിച്ചെല്ലാൻ സാധ്യതയുള്ളതുകൊണ്ട് ലൈറ്റായിട്ട് വരട്ടി കൊടുക്കുക. ലൈറ്റായിട്ട് വരട്ടി കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞാൽ ലൈനർ ഇടുക. ലൈനർ ഇട്ടിട്ട് സ്പ്രിങ് ഇടാനായിട്ട് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇടണം കേട്ടോ. കാരണം ഒരു സൈഡ് ആദ്യം കയറ്റിയിട്ടതിന് ശേഷം മറ്റേ സൈഡ് ഇട്ടിട്ട് ഒന്ന് ഒരു സ്കൂട്ടർ വെച്ചിട്ട് തിക്കി അങ്ങനെ ഇതേമാതിരി ഒന്ന് ഇട്ടാൽ മതിയാവും. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഇത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരെ ഒന്നുകൂടി ആ ഗ്രീസൊക്കെ പിടിച്ച് പാടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഉരച്ച് പേപ്പർ ഇട്ടിട്ട് നേരെ ഡ്രമ്മിലോട്ട് കയറ്റി വയ്ക്കുക. ഡ്രമ്മിലോട്ട് കയറ്റി വെച്ചതിന് ശേഷം ആ നെറ്റ് ഇട്ടിട്ട് കൈക്ക് മാക്സിമം ടൈറ്റ് നിർത്തുക. അതിനുശേഷം നമ്മൾ കണ്ടത് ഈ ഗാഡി അറിയാലോ, സ്റ്റെമ്പുള്ള ഗാഡിയിലോട്ട് കയറ്റിയിടുക കറക്റ്റായിട്ട്. അപ്പോൾ ഇത് ഈ സൈഡ് സ്പീഡോമീറ്റർ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ടാണ് കയറ്റുക, എന്നാലാണ് അത് കയറുള്ളൂ. അതിനുശേഷം തിരിച്ച് നേരെ പൊസിഷനിലോട്ട് വയ്ക്കുക, അതിൻ്റെ കറക്റ്റ് പൊസിഷനിലോട്ട് വയ്ക്കുക. എന്നിട്ട് കപ്പിട്ടിട്ട് നെറ്റൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യുക. ഈ ഫ്രണ്ട് ഡ്രം ബ്രേക്ക് മഴക്കാലത്തൊക്കെ ഒരു ഇത്തിരി പ്രശ്നം വരുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാണ്ട് കൊണ്ടുനടക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ആ ജാക്കി സ്റ്റാൻഡ് എടുത്ത് മാറ്റിയതിന് ശേഷം നെറ്റ് ഇതേമാതിരി നന്നായിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പാനർ കയറാത്തൊരു സ്പേസ് ആയതുകൊണ്ടാണ് തട്ടി ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അതേമാതിരിയുള്ള സ്പെഷ്യൽ ടൂൾ വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും അതേമാതിരി തന്നെ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ലിവറും ആ കപ്പൊക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ ബ്രേക്ക് ലിവറിൻ്റെ അലൈൻമെൻറ്റ്, ആ കേബിളിൻ്റെ അലൈൻമെൻറ്റ് നോക്കിയിട്ട് വേണം കേട്ടോ മില്ലിങ് ഇടാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ലൂസും കാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം നമ്മൾ ഈ ബ്രേക്ക് കേബിൾ ഉണ്ടല്ലോ, ബ്രേക്ക് കേബിൾ ഒന്ന് അഴിച്ച് ഇത്തിരി ഓയിൽ ഇട്ട് കൊടുക്കുക. അതേമാതിരി ഇത്തിരി കയ്യിൽ ഓയിലെടുത്തിട്ട് ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓയിൽ ഇറങ്ങി താഴത്തേക്ക് ചെല്ലുക. അതിനുശേഷം അത് കയറ്റിയിട്ട് അതേപോലെ ഉണ്ട്, അവിടെ ഓയിൽ വന്നിട്ടുണ്ട് താഴത്ത്. അപ്പോൾ അതിനുശേഷം അത് തുടച്ച് മിനിക്ക് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് കേബിൾ കയറ്റിട്ടതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മാക്സിമം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ആ പ്ലേ നോക്കിയിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നല്ലുണ്ട്, നമ്മൾ കറക്കി നോക്കുമ്പോൾ തന്നെ ബ്രേക്ക് നല്ല സെറ്റായിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ചെക്ക് നട്ടും ടൈറ്റ് ചെയ്യുക. സ്പീഡോമീറ്റർ കേബിൾ അത് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ സംഭവം അടിപൊളിയുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.